കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. സംഗതി വേറൊന്നുമില്ല. നമ്മുടെ ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ അങ്ങനെയാണ് തോന്നുക. അതായത് ഷീ ജിന്നിനെയും പുടിനെയും ഒക്കെ വലിയ വിശ്വാസമാണ്. അവരാരും അങ്ങനെയൊന്നും ചെയ്യൂല. പക്ഷേ അവരെന്തെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ആയുധമിറക്കിയാൽ ശിക്ഷ കഠിനമായിരിക്കും. അത് കേട്ട് ആ പറഞ്ഞ മൈക്കിന് മുന്നിലിരുന്ന മൈക്ക് കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. പത്രക്കാരും ചിരിക്കാൻ തുടങ്ങി. മുമ്പിൽ കിടന്ന ടേബിളും ചിരിക്കാൻ തുടങ്ങി. സംഗതി പുതിയ സാധനമാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ സാധനം വേറൊന്നുമില്ല. ഇപ്പോൾ ഇറാനെ അദ്ദേഹം വളരെ പെട്ടെന്ന് തീർത്തടിച്ച് തകർത്ത് തരിപ്പണമാക്കിയൊക്കെ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ തുടങ്ങിയതെങ്കിലും ഇറാൻ്റെ പ്രത്യാക്രമണം മിഡിൽ ഈസ്റ്റിലെ ജനവാസ കേന്ദ്രങ്ങൾക്കപ്പുറത്ത് വളരെ കൃത്യമായി ആമസോൺ ഇൻഫ്രാസ്ട്രക്ചറിൽ അടിക്കുന്നു, അരാംകോയിൽ അടിക്കുന്നു, അതുപോലെ തന്നെ പല അമേരിക്കൻ ടെക്കുകളുടെയും സ്ഥലങ്ങളിൽ അടിക്കുന്നു. ഇത്ര കൃത്യമായി അതിൻ്റെ ഒരു ജിയോ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്ന സംവിധാനങ്ങളൊന്നും ഇറാൻ്റെ കൈവശമില്ല. എന്ന് മാത്രമല്ല, റഷ്യയുടെ സവിശേഷമായ വിമാനങ്ങൾ അവിടെ എത്തുകയും ചെയ്തു. ആ വിമാനങ്ങൾ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു മിലിറ്ററി കമാൻഡൻ്റ് ഹെഡ് ഓഫീസാണെന്നാണ് അതിൻ്റെ സംവിധാനങ്ങൾ വെച്ച് പറയുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം വന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി, അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങി, ഇതിൻ്റെ പിന്നിൽ കുറച്ചുകൂടി വ്യക്തമായി ചൈനയും റഷ്യയും ഒക്കെ വരുന്നു. ഇതിനിടയിൽ ചൈനയെ സമാധാനിപ്പിക്കാനായി അദ്ദേഹം ചൈനീസ് സന്ദർശനം നടത്തി. പല അഭ്യാസങ്ങളും കാണിച്ചിട്ടും ഒന്നും നിൽക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ പ്രസ്താവന കാച്ചി വിട്ടിരിക്കുന്നത്. അവർ രണ്ടുപേരും എൻ്റെ വളരെ ഉറ്റ ചങ്ങായിമാരും പ്രേമികളും ഒക്കെയാണ്. നല്ല മനുഷ്യരുമാണ്. അവർ അനാവശ്യങ്ങളൊന്നും ചെയ്യൂല. പക്ഷേ എന്തെങ്കിലും അവർ ചെയ്താൽ അവർക്കുള്ള ശിക്ഷ കഠിനമായിരിക്കും. എന്തുവാ കഠിനം? ചൈനയെടുത്തേ കഠിനമായിട്ട് അങ്ങോട്ട് ചെന്നാലേ ചൈനയും റഷ്യയും കൊറിയയും കൂടെ അങ്ങോട്ട് നിരന്ന് നിന്നുണ്ടല്ലോ, വെച്ച് താങ്ങിയാലുണ്ടല്ലോ, പിന്നെ ഈ ഓട്ടമൊന്നും ആയിരിക്കത്തില്ല ഓടുന്നത്. കാരണം ഇറാൻ ഇപ്പോഴും അമേരിക്കയിൽ നേരിട്ടെത്തുന്നില്ല. അമേരിക്കയിൽ നേരിട്ട് വരെ കവർ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഇതാണെങ്കിലോ എവിടെ വേണമെങ്കിലും ചെയ്യുന്ന സാധനമാണ്. ചൈനയുടെ കയ്യിലിരിക്കുന്നതും അതുപോലെ തന്നെ കൊറിയയുടെ കയ്യിലിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ കിമ്മളിയൻ്റെ കയ്യിലെ, പിന്നെ അതുപോലെ തന്നെ റഷ്യയുടെ കയ്യിലിരിക്കുന്നതും. അവരെയാണ് ഇദ്ദേഹം വരുതിക്ക് വരുത്തുന്നത് പോലെ. നമ്മളിൽ സ്വന്തമായിട്ട് പറയുമല്ലോ, എൻ്റെ അടുത്തൊന്നും കളിക്കാൻ വന്നേക്കരുത് എന്ന് പറയുന്നത് പോലെ പറഞ്ഞു നിൽക്കുകയാണ്. സംഗതി കൈവിട്ട നിലയിലാണ്, നിയന്ത്രണമില്ലാത്ത നിലയിലാണ്. ഇനി ഇടക്കാല വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു സംഗതിയെ വേണ്ടെന്നാണ് ഇറാൻ പറയുന്നത്. ഒന്നെങ്കിൽ അടിച്ചു തീരട്ടെ, അല്ലെങ്കിൽ അവസാനിപ്പിച്ച് തീരണം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് മതി, അവസാനം മതി എന്നുള്ള നിലയിലാണ് ഇറാൻ്റെ നിൽപ്പ്. അപ്പോഴാണ് പുടിനെയും ഷിയെയും സ്നേഹപൂർവ്വം പറയുകയും എന്നാൽ ഞാൻ എന്താണ്ട് ചെയ്തു കളയും എന്ന് പറയുകയും ചെയ്യുന്നത്. ശരിക്കും കോമഡിയാണ് ട്രംപ്.